നമസ്കാരം. തിരുവനന്തപുരം ജില്ലാ യുവവേദി നടത്തുന്ന ശ്രീപത്മനാഭം എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീം നിൻപാദം സ്മരിച്ചന്യഹം ശങ്കാഹീനമുരച്ചിടാം. സവിനയം സത്യം പരം ധീമഹി വ്യക്തം ഷോഡശ കർമ്മമാം ക്രിയകളെ ചെയ്യുന്നവർക്കുള്ളതാം സംഘം പുഷ്പക സേവകം വളരണം ശോഭിക്കണം നാൾക്കുനാൾ. സംഘം പുഷ്പക സേവകം വളരണം ശോഭിക്കണം നാൾക്കുനാൾ. സംഘം പുഷ്പക സേവകം വളരണം ശോഭിക്കണം നാൾക്കുനാൾ. ആദ്യമായി അധ്യക്ഷനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലാ യുവവേദി പ്രസിഡന്റായ അനിക്കുട്ട്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തിരുവനന്തപുരം ജില്ലാ യുവജനവേദി അവതരിപ്പിക്കുന്ന ശ്രീപത്മനാഭം എന്ന പരിപാടിയാണ് ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ സമുദായ അംഗങ്ങളുടെ കലാപരിപാടികളാണ് ഈ വേദിയിൽ നടക്കുവാൻ പോകുന്നത്. സ്വാഗതം പറയുവാനായി തിരുവനന്തപുരം ജില്ലാ യുവവേദി സെക്രട്ടറിയായ ശ്രീഹരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം ജില്ലാ യുവവേദിയുടെ ശ്രീപത്മനാഭം എന്ന പരിപാടിയാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഗതം പറയുന്നതിന് തൊട്ട് മുമ്പ് ശ്രീപത്മനാഭം എന്ന പരിപാടി എന്താണ് എന്ന് പലർക്കും സംശയമുണ്ടാകും. തിരുവനന്തപുരം ജില്ലാ യുവവേദി പുതിയ ഭരണസമിതി ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി നമുക്കിടയിൽ വന്ന ഒരു ആശയമാണ് തിരുവനന്തപുരം ജില്ലയിലെ യുവാക്കളെ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് എല്ലാവരെയും ഒരുമിച്ച് ഒരു ഓണപ്പരിപാടി എന്നുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കിതൊരു ഓഫ്ലൈനായിട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. ആയതുകൊണ്ട് ഇതൊരു ഓൺലൈൻ പരിപാടിയായിട്ടാണ് ഞങ്ങളിപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാം. ഈ ശ്രീപത്മനാഭം എന്ന് പറയുന്നത് സീസൺ 1 മാത്രമായിരിക്കും. സീസൺ 2 അടുത്ത വർഷം ഓഫ്ലൈനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നടത്താൻ ആണ് ഞങ്ങളുടെ തീരുമാനം. ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലാ യുവജന വേദിയുടെ പ്രസിഡന്റും ഈ പരിപാടിയുടെ അധ്യക്ഷനും കൂടിയായ ശ്രീ അനിക്കുട്ടൻ ചേട്ടനെയാണ്. അത് കഴിഞ്ഞ് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇനാഗുറേഷന് വന്ന ശ്രീ TR ഹരിനാരായണൻ സാറിനെയാണ്. ഹരിനാരായണൻ സാറ് ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാമെന്നവരെയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് കേന്ദ്ര ട്രഷററും തിരുവനന്തപുരം ജില്ലക്കാരനുമായിട്ടുള്ള ശ്രീ LP വിശ്വനാഥൻ അവർകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യുന്നത് പുഷ്പകദിനി മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള ശ്രീമതി KM ദേവൈക്കുട്ടി അവർകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രാജു VS അവർകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീദേവിക്കുട്ടി KMനെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് കേന്ദ്ര യുവവേദി ചെയർമാൻ കൃഷ്ണപ്രസാദ് അവറുകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് കേന്ദ്ര യുവവേദി കൺവീനർ അനുപമ നമ്പീശൻ. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ജില്ലയുടെ യുവവേദിയുടെ കോർഡിനേറ്ററും യുവവേദിയുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ S സുരേഷ് കുമാർ അവറുകളെയാണ്. ഇതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലാ വനിതാ വേദി പ്രസിഡന്റ് രാധാമണി J അവറുകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് തിരുവനന്തപുരം പ്രാദേശിക സഭ സെക്രട്ടറി ഹരികൃഷ്ണൻ അവറുകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിലെ സെക്രട്ടറി ദിനേശ് കുമാർ അവറുകളെയാണ്. അത് കഴിഞ്ഞ് സ്വാഗതം ചെയ്യാനുള്ളത് നെയ്യാറ്റിങ്ങര പ്രാദേശിക സഭയിലെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അനിൽകുമാർ അവറുകളെയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ പത്മനാഭം ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായ TR ഹരിനാരായണനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീ പത്മനാഭം വളരെ നല്ല പേര്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ യുവവേദിയുടെ നേതൃത്വത്തിൽ
കലാപരമായ വാസനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി അത്തരം പ്രതിഭകളെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായി നടത്തപ്പെടുന്ന ഒരു ഓൺലൈൻ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലും വളരെ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ യുവവേദി ഇറങ്ങിച്ചെന്ന് ഇടപെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ യുവവേദിയെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം യുവജനവേദി നമ്മുടെ സംഘടനയുടെ ഉപഘടകമായിട്ട് കുറെ കാലമായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞൊരു 10-12 വർഷമായിട്ടാണ് അതിൻ്റെ കൂടുതൽ ആക്ടിവിറ്റീസ് അതിൽ വരാൻ തുടങ്ങിയത്. 2009 ആദ്യമായി ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഞാനും കൂടിയുള്ള തിരൂർ പ്രാദേശിക സഭയിലാണ് അന്ന് മൊത്തം 36ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി 2 ദിവസം. അതിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വളരെ ചിട്ടയായിട്ട് വേറൊരു വീട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കാം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. തുടർന്ന് അങ്ങോട്ട് വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് മിത്രമസി എന്നുള്ളൊരു പ്രോഗ്രാം. അത് പ്രീ മാരേജ് കൗൺസിലിംഗ് എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ കൊണ്ടുവന്നെങ്കിലും ജനങ്ങളെ, അതായത് യുവാക്കളെ ഏറ്റവും നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ നേതൃത്വ പാഠവും വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് അത് വന്നത്. അപ്പം അത്തരം പരിപാടികൾ ഞാനും അതിലൊരു ഭാഗവാക്കായിട്ട് ഓരോ മിത്രമസിയുടെയും കൂടെ പോയിട്ടുണ്ടായിരുന്നു പലപ്പോഴും. അപ്പോൾ ആ മിത്രമസി അത് കഴിഞ്ഞിട്ട് നമ്മൾ 2017 യുവജനവേദിയുടെ നേതൃത്വത്തിൽ യുവത എന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കാലടിയിൽ നടന്നു. അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഇതിൽ വന്നു. ചെറിയ കുട്ടികൾക്കായിട്ട് കൈശോരം എന്നുള്ള പരിപാടി യുവജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യുവതയും അതായത് മിത്രമസിയും നടക്കുന്നത്. വാനപ്രസ്ഥം എന്നുള്ളത് കുറച്ചും കൂടി മുതിർന്നവരെ, ഒരു 50 വയസ്സ് അറൗണ്ട് ആയിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടി വാനപ്രസ്ഥം എന്നുള്ള പരിപാടി, 60 വയസ്സിനും എബോവ് ആയിട്ട് നമ്മൾ സൗഖ്യം എന്നുള്ള പരിപാടി ഇപ്പൊ റീസെന്റ് ആയിട്ട് തിരുവനന്തപുരത്താണ്. ഇത്തരം പല പരിപാടികളിലൂടെ നമ്മുടെ സമുദായത്തിലെ എല്ലാ ആൾക്കാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ മാനസിക ഉല്ലാസം അല്ലെങ്കിൽ അവരുടെ അത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സംഘടന നടത്തി വരുന്നത്. ഏതായാലും വളരെ സന്തോഷം. പലപ്പോഴും ഞാൻ യുവജനവേദി ചെയർമാനായ കാലത്ത്, ആ കാലത്തൊന്നും ഇത്തര സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്ത കാലത്തും നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ പല പരിപാടികളും നടത്തി ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ യുവാക്കളെ കൂടുതൽ സംഘടനയിലേക്ക് അടുപ്പിച്ചത്. അങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് പിന്നെ യുവതയായി, പിന്നെ അങ്ങനെയുള്ളതായി ഇപ്പൊ കൂടുതൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവൊക്കെ കളികളിലൂടെ, കൂടുതൽ കളികളിലൂടെ നമ്മൾ കഴിഞ്ഞ സർഗോദയം നടത്തി. അപ്പൊ അത്തരം പരിപാടികളിലൂടെ കൂടുതൽ ജനങ്ങളെ, കൂടുതൽ യുവാക്കളെ, യുവതികളെ, കുട്ടികളെ നമ്മുടെ സംഘടനയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു സന്തോഷം നൽകുന്നു. നിങ്ങൾക്കറിയാം, യുവജനവേദി നടത്തുന്ന ഒരുപാട് പരിപാടികളൊന്നാണ് ഭവനമിത്ര. ഇപ്പൊ ഏകദേശം 17ഓളം വീടുകൾ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മളെ മാറ്റൊരു ചെറിയ സംഘടന ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഏകദേശം ഞങ്ങള് 2014-15 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വി കെയർ എന്നുള്ള പരിപാടി, അതായത് പെട്ടെന്ന് അസുഖം വന്നാൽ അവരെ സഹായിക്കാനുള്ള പരിപാടി. അപ്പൊ ഇത്തരം പരിപാടികളിലൂടെ അതിലും ഏകദേശം 10-60 ലക്ഷത്തിലേറെ രൂപ നമ്മൾ പലവർക്കുമായിട്ട് നൽകിയിട്ടുണ്ട്. അതേമാതിരി ഓരോ സന്ദർഭങ്ങളും നമ്മൾ കഴകം ചെയ്ത് ജീവിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ജീവിതമാർഗം മുട്ടി നിൽക്കുന്ന പലർക്കും മാസം തോറും 2000-1000 വെച്ച് നമ്മൾ വലിയൊരു തുക ഓരോ മാസവും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. നമ്മളെ മറ്റൊരു ചെറിയ സംഘടനയാണ് ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടും അതേമാതിരി ആ ഒരു രീതിയിലേക്കുള്ള താഴെത്തട്ടിൽ ചെന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംഘടന ശ്രമിച്ചു വരുന്നുണ്ട്. വിവാഹ ആവശ്യത്തിന് മംഗല്യനിധിയുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടാണ് പെൻഷൻ എടുത്തത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംഘടന വെച്ചിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം. പലപ്പോഴും ചോദിക്കും യുവാക്കള്, എന്താണ് ഞങ്ങൾ സംഘടനയിൽ വന്ന ഉള്ള ഗുണം, എന്ത് ഗുണമുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് വന്നിട്ടുള്ള ഗുണം ഞാൻ പറയാം. ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെ പോയാലും ആ ഒരു പ്രാദേശിക സഭയിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാരോട് ഇങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബൈക്കോ കാറോ എന്തെങ്കിലും അവിടെ എത്തും. നമുക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു. അത് എക്രോസ് എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു സഹായം, തമ്മിലുള്ള സ്നേഹം, ബഹുമാനം എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു നമ്മുടെ സംഘടനയുടെ ഒരു കൂട്ടായ്മയിലൂടെ
നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരം നല്ല നല്ല പ്രവർത്തികളുണ്ട്. നമ്മുടെ സംഘടനയുടെ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സംഘടനയിൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇനിയും നടത്തി വരേണ്ടത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സംഘടന പ്ലാൻ ചെയ്യുന്നു. നിങ്ങളെ മാതിരിയുള്ള യുവാക്കൾ ഇതിൽ വന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ, കലാപരമായ കാര്യങ്ങളിലൂടെ സംഘടനയെ തമ്മിൽ കൂടുതൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം വളരെ സന്തോഷമുണ്ട്. ഏതായാലും ശ്രീ പത്മനാഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾക്ക് അവിടെ സഹായിക്കാനായിട്ട്, നിങ്ങളുടെ തിരുവനന്തപുരം സഹായിക്കാനായിട്ട് LP വിശ്വനാഥൻ സാർ, ദേവക്കുട്ടി മാഡം, അതേമാതിരി പുതിയ പ്രസിഡന്റായിട്ട് ഒന്നുള്ള രാജു സാറുണ്ട്, ശ്രീദേവി മാഡം, അങ്ങനെ നിരവധി പേര് നിങ്ങളുടെ വളരെ കഴിവുള്ള ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട്. അവരൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ തരും. എല്ലാവരും കൂടി കൂട്ടിപ്പിടിച്ച് നല്ലൊരു പരിപാടിയാക്കാൻ, ശ്രീ പത്മനാഭം വലിയൊരു പരിപാടിയാക്കാൻ യുവവേദിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശ്രീ പത്മനാഭം എന്നുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അറിയിക്കുന്നു. ശ്രീ പത്മനാഭത്തിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ആശംസകൾ പറയുവാനായി കേന്ദ്ര ട്രഷററായ ശ്രീ LP വിശ്വനാഥനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. തിരുവനന്തപുരം ജില്ലാ യുവവേദി ശ്രീ പത്മനാഭം എന്ന പേരിൽ പുതിയ കൾച്ചറൽ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അത് ഈ തിരുവോണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും കൂടി അവർ ഒരു പ്രോഗ്രാം കൂട്ടിക്കിടക്കുന്നുണ്ട്. അതിന് എല്ലാ വിജയാശംസകളും. ഭാവിയിലും യുവവേദിക്ക് നല്ലതായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. അവരുടെ എല്ലാ പരിപാടികൾക്കും ഞങ്ങളുടെ ആശംസകളും വിജയാശംസകളും ഒത്തിരി നേരുന്നു. പുഷ്പകധ്വനി മാനേജിംഗ് എഡിറ്ററായ ശ്രീമതി KM ദേവിക്കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തിരുവനന്തപുരം ജില്ലാ യുവവേദിയുടെ ശ്രീ പത്മനാഭം എന്ന പരിപാടി, ഓണാഘോഷ പരിപാടി ഇന്നിവിടെ അരങ്ങേറുകയാണല്ലോ. അതിൽ അവർ അവതരിപ്പിക്കുന്ന പരിപാടികൾ എല്ലാവരും കാണുക. യുവവേദി ഇനിയും വളരെ വളരെ പരിപാടികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരട്ടെ. നമുക്കത് കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കാം. നമ്മുടെ സംഘടനയുടെ ഭാവി അവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള സന്തോഷം നമുക്കുണ്ട്. എല്ലാവർക്കും ഉന്നതമായി നന്ദി. അടുത്തതായി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ശ്രീ രാജു VS ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് VS രാജു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. മുൻപ് സംഘടനയുടെ ദക്ഷിണ മേഖല ഓർഗനൈസിംഗ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ യുവവേദി പ്രവർത്തകർ വന്നതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുണ്ട്. ഇതൊരു കൂട്ടായ്മയാണ്. ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ വളർത്തുന്നതിൽ, സംഘടനയുടെ കൂട്ടായ്മ വളർത്തുന്നതിൽ യുവജനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കൂട്ടായ്മ ഉണ്ടെങ്കിലേ സംഘടനയ്ക്ക് ശക്തിയുള്ളൂ. അതുകൊണ്ട് കൂട്ടായ്മ വളർത്തുന്നതിൽ യുവജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ഇതുപോലുള്ള പരിപാടികൾ തുടർന്നും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ പുതിയ യുവവേദി ഭരണസമിതി അംഗങ്ങൾക്കുള്ള ആശംസകൾ പ്രത്യേകമായി അറിയിക്കുന്നു. അടുത്തതായി SPSS തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ശ്രീമതി ദേവിക്കുട്ടി KM ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീദേവി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. തിരുവനന്തപുരം ജില്ലാ യുവവേദി ശ്രീ പത്മനാഭം എന്ന പേരിൽ നടത്തുന്ന പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണല്ലോ. തിരുവനന്തപുരം ജില്ലാ യുവവേദി പ്രവർത്തകരെല്ലാം മിത്രമസി, യുവത എന്നീ ക്യാമ്പുകളിലൂടെ നേതൃനിരയിലേക്ക് എത്തിയവരാണ് എന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. നമ്മുടെ യുവവേദിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ നേതൃത്വത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതിൽ അഭിമാനിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ യുവവേദിയുടെ ഓണത്തോടനുബന്ധിച്ച് അവർ നടത്തുന്ന മത്സരങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. ഇനിയും കൂടുതലും ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ. പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ സാധിക്കട്ടെ. തിരുവനന്തപുരം ജില്ലാ യുവവേദിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്തതായി
SPSS കേന്ദ്ര യുവവേദി ചെയർമാനായ PN കൃഷ്ണപ്രസാദിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ പത്മനാഭം 2024 ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ തിരുവനന്തപുരത്തെ മിടുക്കികൾ നമ്മുടെ ഈ യുവക്കൂട്ടായ്മ നടത്തുന്ന പരിപാടിയാണ് ശ്രീ പത്മനാഭം 2024. നമ്മുടെ സമുദായത്തിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സമുദായത്തോട് അടുപ്പിക്കുന്നതിനും കൂട്ടായ്മയുടെ ശക്തി തെളിയിക്കുന്നതിനും ഈ ഓണം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഓൺലൈനായി നടക്കുന്ന ശ്രീ പത്മനാഭം 2024 എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തതായി SPSS കേന്ദ്ര യുവവേദി കൺവീനറായ അനുപമ നമ്പീശിനെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ യുവവേദി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഓണാഘോഷമായ ശ്രീ പത്മനാഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കുടുംബാംഗങ്ങളുടെ കഥകളും പാട്ടുകളും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും അടക്കം വൈവിധ്യമാർന്ന കലാപരിപാടികൾ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം ജില്ലാ യുവവേദിക്ക് വരും വർഷങ്ങളിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്തതായി SPSS തിരുവനന്തപുരം ജില്ലാ ട്രഷററും യുവവേദി രക്ഷാധികാരിയുമായ S സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ് കുമാർ. ഞാൻ തിരുവനന്തപുരം ജില്ലാ യുവവേദിയുടെ രക്ഷാധികാരിയും കേന്ദ്ര യുവവേദിയുടെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററുമാണ്. തിരുവനന്തപുരം ജില്ലാ യുവവേദി സംഘടിപ്പിക്കുന്ന പത്മനാഭം എന്ന പരിപാടി നമുക്ക് ഇവിടെ നടന്നു വരികയാണ്. ജില്ലാ യുവവേദി രൂപീകരിച്ചിട്ട് അധികം നാൾ ആകുന്നില്ല. ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനായിട്ട് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച യുവവേദിയുടെ ഓരോ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ യുവവേദിയെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള കഴിവുള്ള കുറച്ച് യുവാക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിലെ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും യുവവേദി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മുടെ സമാജത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ യുവവേദി വളരെ ശക്തമായ നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അവർക്ക് പൂർണ്ണ പിന്തുണയേകുന്നതാണ് എല്ലാ ജില്ലകളിലെയും യുവവേദികൾ. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് യുവവേദി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം നൽകേണ്ടത് മുതിർന്നവരാണ്. അവരുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ജില്ലയിലെ മറ്റു പ്രാദേശിക സഭകളുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ അവരുടെ എല്ലാ പിന്തുണയും അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ശ്രീ പത്മനാഭം എന്ന ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ കലാപരമായി കഴിവുള്ളവരെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ പരിപാടിക്ക് ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയ്ക്കും രക്ഷാധികാരി എന്ന നിലയ്ക്കും എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വളരെ നല്ലൊരു പരിപാടിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി തിരുവനന്തപുരം ജില്ലാ വനിതാവേദി പ്രസിഡന്റായ ശ്രീമതി രാധാമണി ജെയിനെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ യുവവേദി നടത്തുന്ന ശ്രീ പത്മനാഭം എന്ന പരിപാടിക്ക് എൻ്റെയും തിരുവനന്തപുരം ജില്ലാ വനിതാവേദിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി തിരുവനന്തപുരം പ്രാദേശിക സഭാ സെക്രട്ടറി ആയിട്ടുള്ള T ഹരികൃഷ്ണനെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം യുവവേദിയുടെ ശ്രീ പത്മനാഭം എന്ന പരിപാടി വിജയത്തിനായി സകലവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി വൻ വിജയമായി തീരാനും ഭാവിയിൽ ഇതുപോലുള്ള പരിപാടികൾ യുവവേദി അവതരിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ദിനേശ് കുമാറിനെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീ പത്മനാഭം എന്ന ഓണാഘോഷ പരിപാടിക്ക് വെഞ്ഞാറമൂട് പ്രാദേശിക സഭയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി നെയ്യാറ്റിങ്കര പ്രാദേശിക സഭ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അനിൽകുമാറിനെ ക്ഷണിക്കുന്നു.
നമസ്കാരം. ഞാൻ നെയ്യാറ്റിൻകര പ്രാദേശിക സഭയുടെ പ്രസിഡന്റ് അനിൽകുമാർ. തിരുവനന്തപുരം ജില്ലാ യുവവേദി നടത്തുന്ന ശ്രീ പത്മനാഭം എന്ന പരിപാടിയിലേക്ക് നെയ്യാറ്റിൻകര പ്രാദേശിക സഭയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി തിരുവനന്തപുരം ജില്ലാ യുവവേദി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അക്ഷയ് ജെ ഉണ്ണീനെ നന്ദി പറയാനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ശ്രീ പത്മനാഭം എന്ന ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും തിരുവനന്തപുരം ജില്ലാ യുവവേദിയുടെയും വക നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കാര്യപരിപാടികളിലേക്ക് നമുക്ക് കടക്കാം. നെയ്യാറ്റിൻകര പ്രാദേശിക സഭയിലെ ശ്രീദേവി സുരേഷിനെ ഓണപ്പാട്ട് പാടുന്നതിനായി ക്ഷണിക്കുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കുന്നിൻ ഉച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്ന കോമല ബാലന ഓണക്കിളി 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടിപ്പാട്ടിൽ നോപുരം കിലുങ്ങുന്നു പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഡാൻസ് അവതരിപ്പിക്കുന്നതിനായി മീര സീനെയും അനഘ വികാസിനെയും ക്ഷണിക്കുന്നു. ഉയരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറയത്തെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറയത്തെ തന്തിര തന്താരോ. അടുത്തതായി
വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുന്നതിനായി കൃഷ്ണപല്ലവി, നിരഞ്ജനാദേവി, ധനഞ്ജയ് ശങ്കർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ഓണം ഓണം പൊന്നോണം, നല്ലൊരു നാളിത് തിരുവോണം. ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. ഓണസദ്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം. ഓണത്തപ്പമാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം. ഓണം ഓണം പൊന്നോണം, നല്ലൊരു നാളിത് തിരുവോണം. ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. ഓണസദ്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം. ഓണത്തപ്പമാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം, ഞങ്ങളുമുണ്ട് നിന്നൊപ്പം. അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഓണപ്പാട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി രജിതയെ സ്വാഗതം ചെയ്യുന്നു. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത്, കുറുമ്പിൻ്റെ കുഞ്ഞുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത്, പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ നിറയുന്നു നിറവയറൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഓണപ്പാട്ട് പാടുന്നതിനായി ഗൗരിനന്ദനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗൗരിനന്ദന. ഞാൻ ഇന്നിവിടെ ഓണത്തിനെ കുറിച്ചൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഓണപ്പാട്ടിൻ താളം തുള്ളം തുമ്പപ്പൂവേ, നിന്നെ തഴുകാനെ കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലല്ലോ ഞാലാടും മണ്ണാട്ടിക്കിളിയെ, നിന്നെ പുൽകാനെ കൊതിയൂറും മാറിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനെ കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലല്ലോ ഞാലാടും മണ്ണാട്ടിക്കിളിയെ,
നിന്നെ പുൽകാലെ കൊതിയൂറും മാറിക്കാറും പൂവെള്ളി വരവേൽക്കും ചിങ്ങനിലാവും വൃന്ദാവനി തിരുവോണമേ വരികില്ലേ നീ തിരുവോണ സദ്യ ഒരുക്കാൻ മാത്തേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കും മുല്ലേ നീ ചിരിയാലെ പൂച്ചൊരിയോ നീ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാത്തിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും കിളിപ്പാട്ടിൻ ശ്രുതി ചേരും കുയിൽ പാടും വൃന്ദാവനി പൂന്നുള്ളുവാൻ വരുമോണമേ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാത്തിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാത്തിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഓണപ്പാട്ട് പാടുന്നതിനായി ശ്രീനാഥിനെ സ്വാഗതം ചെയ്യുന്നു. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലേ കനവുകളെഴുതിയതാരേ നിനവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി ഇമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരമെന്നാലും മയങ്ങി. അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഡാൻസ് അവതരിപ്പിക്കുന്നതിനായി ഗൗരിനന്ദനെ സ്വാഗതം ചെയ്യുന്നു. കളവാണികൾ പാടി കാർ കരിവേണികളാടി
മനസ്സുകൾ നിറയെ ശ്രുതി മധുരവുമായി പുലരികൾ തരുമൊരു തിരുവോണം. കളവാണികൾ പാടി കാർകരിണികളാടി കാലമുറങ്ങിയുണർന്നിരുന്നിട്ടതു കാണാൻ വരവായി. അടുത്തതായി തിരുവനന്തപുരം പ്രാദേശിക സഭയിൽ നിന്നും ഓണപ്പാട്ട് അവതരിപ്പിക്കുന്നതിനായി നിരോഷ ആറിനെ സ്വാഗതം ചെയ്യുന്നു. ഓണം വന്നേ ഓണം വന്നേ മാമല നാട്ടിലെ മാവേലി മന്നവൻ നാടു കാണാൻ പൂവും കൊണ്ടി വരും. ഓണം വന്നേ ഓണം വന്നേ മനവരെല്ലാരും ഒന്നായി വാഴണ നല്ല കാലത്തിന്റെ പൂവിളിപ്പാട്ടുമായി. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം തിരുവോണം ഈ കളിമുറ്റത്തും ചിലിൽ കളിപ്പൂവായി പൂക്കളമെഴുതുമ്പോൾ. ഓണം തിരുവോണം ഈ കളിമുറ്റത്തും ചിലിൽ കളിപ്പൂവായി പൂക്കളമെഴുതുമ്പോൾ. തന്നനം പാടുന്ന ചിന്ന വയൽ കിളിപ്പാടും കാണാം. പാടും തുടിക്കൊട്ടും പഴംപാട്ടും കേട്ടേ അടിപ്പാടാം. ഓണം വന്നേ ഓണം വന്നേ മാമല നാട്ടിലെ മാവേലി മന്നവൻ നാടു കാണാൻ പൂവും കൊണ്ടേ വരൂ. ഓണം വന്നേ മാനവരെല്ലാരും ഒന്നായി വാഴണ നല്ല കാലത്തിന് പൂവിളിപ്പാട്ടുമായി. ഓണം വന്നേ ഓണം വന്നേ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്തതായി തിരുവനന്തപുരം പ്രാദേശിക സഭയിൽ നിന്നും ഓണപ്പാട്ട് അവതരിപ്പിക്കുന്നതിനായി പ്രണവ് PS നെ സ്വാഗതം ചെയ്യുന്നു. പൂക്കളത്തിൽ മാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൻ കൊണ്ടുവന്ന മുത്താരങ്ങൾ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന താരങ്ങൾ. മണിച്ചിഹ്നം മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുതയ്ക്കുന്ന പൂവനങ്ങൾ. അവർ കോണക്കോടിയായി നീ വാ വാ ഉത്രാടപ്പൂ നിലാവേ വാ. പൂക്കളത്തിൽ പാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. തിരുവോണത്തിൻ കൊടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. തിരുവോണത്തിൻ കൊടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ മലരിന്റെ രാഗം കേട്ടു മയങ്ങുന്ന വാമനന്മാർ. അവർ കോണക്കോടിയായി നീ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. അടുത്തതായി നെയ്യാറ്റിങ്കര പ്രാദേശിക സഭയിൽ നിന്നും ഓണപ്പാട്ട് അവതരിപ്പിക്കുന്നതിനായി സ്കന്ദൻ P ശർമ്മയെ സ്വാഗതം ചെയ്യുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയറിൽ
വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണത്തുമ്പി നീ വരൂ പൊന്നോണത്തുമ്പി പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാ നാളെ ചെന്നാലത്തം ചിത്തിര ചോദി ഇന്നേ കൊയ്യാ നാളെ ചെന്നാലത്തം ചിത്തിര ചോദി പൂനെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്നപ്പൂമാലയാ പമ്പാ തീരത്തിൽ മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്നപ്പൂമാലയാ പമ്പാ തീരത്തിൽ തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം പിച്ചി ചെമ്പാരത്തി പപ്പൂക്കൾ നന്ദ്യാർവട്ടം പിച്ചി ചെമ്പാരത്തി പൂക്കളം പാടിടും പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അടുത്തതായി തിരുവനന്തപുരം പ്രാദേശിക സഭയിൽ നിന്നും പാട്ട് അവതരിപ്പിക്കുന്നതിനായി നിരോഷ ആറിനെ സ്വാഗതം ചെയ്യുന്നു. ചെണ്ടുമല്ലികപ്പൂ കണ്ട ചന്തമില്ലെ കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലെ കരളേ ചെണ്ടുമല്ലികപ്പൂ കണ്ട ചന്തമില്ലെ കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലെ കരളേ അരളിയിലൊരുകിളി കുഞ്ചിപ്പാടി അന്നേരങ്ങൊരു സുന്ദരിയാടി പരവാരം തകതാളം തള്ളി അരമണിക്കിങ്ങനെ ഇക്കിളി പാടി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിലെന്തു കാന്തി അതരമാംസമധുരം മുഖരാൻ ഭാഗ്യമേകു ഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ട ചന്തമില്ലെ കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലെ കരളേ പുള്ളി മൺമിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വിലം പള്ളിനിരേക്ക് കന്നി പെൺകുടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടും നിന്നെ കിട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ മെയ്യടവല വീടാ നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കിട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വീടാ കാട്ടിലെ കലവേട നിന്നുടെ പത്നിയാവാനോ കാട്ടുരാജന്റെ പുത്രിയാണെങ്കിലും കാട്ടു പെണ്ണല്ലേ കൂട്ടിരിക്കുവാൻ തോഴിയായി കൂടെ പോരുന്നോ പുള്ളി മണ്ണയെ വള്ളി പെണ്ണിന് കണ്ട നേരത്ത് കള്ളക്കണ്ണോളി കാട്ടി വിലം പള്ളിനിരേക്ക്. അടുത്തതായി വെഞ്ഞാറമൂട് പ്രാദേശിക സഭയിൽ നിന്നും ഡാൻസ് അവതരിപ്പിക്കുന്ന അനഘാസി വികാസ്, ഭദ്രാസി വികാസ്, നിരഞ്ജന ദേവി, കൃഷ്ണപല്ലവി എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയോടുകൂടി ശ്രീ പത്മനാഭം ചാപ്റ്റർ 1 എന്ന ഒരു ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടികളെല്ലാം
അവസാനിക്കുകയാണ് എന്ന് അറിയിച്ചുകൊള്ളട്ടെ. പരിപാടി അവതരിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം പ്രാദേശിക സഭയിൽ നിന്നും കീബോർഡ് വായിക്കുന്നതിനായി അക്ഷയ് ജീവനെ സ്വാഗതം ചെയ്യുന്നു.